പഠനകാലത്തു തന്നെ സ്വപ്നങ്ങൾ അനേകം കണ്ടിരുന്ന പെൺകുട്ടിയായിരുന്നു അശ്വതി. പഠിക്കണം, വിദേശത്ത് ജോലി ചെയ്യണം, പാറിപ്പറന്ന് ജീവിതം ആസ്വദിച്ചു നടക്കണം എന്നതൊക്കെയായിരുന്നു അവളുടെ ആഗ്രഹങ്ങൾ. എന്നാൽ ആ സ്വപ്നങ്ങളൊക്കെയും ഭാഗ്യജീവിതം പോലെ തന്നെ സഫലീകരിക്കുകയും ചെയ്തു. അശ്വതിയെ ഓർത്ത് മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം അഭിമാനിച്ചു. മനസ്സ് നിറവോടെ തന്നെ അവളുടെ വിശേഷങ്ങൾ അവർ പരസ്പരം പങ്കുവച്ചു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കാതിരുന്ന ചില കാര്യങ്ങൾ അശ്വതിയുടെ മനസ്സ് വല്ലാതെ നോവിച്ചിരുന്നു. അതാരും തിരിച്ചറിയാതെയോ കാണാതെയോ പോയതോടെയാണ് മനസ്സ് തകർന്നു പോയ അശ്വതി അഭയം തേടി മരണത്തിലേക്ക് എത്തിയത്. എന്താണ് സംഭവിച്ചതെന്ന് പോലും സുഹൃത്തുക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ ഇനിയും മനസ്സിലായിട്ടില്ല. എന്നിരിക്കെ ഹൃദയം നീറിയാണ് അവർ ഓരോരുത്തരും അശ്വതിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നതും അവൾക്കൊപ്പമുണ്ടായിരുന്ന അവസാന നിമിഷങ്ങൾ ഓർത്തെടുക്കുന്നതുമെല്ലാം. മലയാളിയായ അശ്വതി രാജശേഖരൻ 27കാരി പെൺകുട്ടിയായിരുന്നു. ബാംഗ്ലൂരിൽ IT വിഭാഗത്തിൽ ഉപരിപഠനം നടത്തിയ അശ്വതി അവിടെ തന്നെയാണ് ജോലിയും ചെയ്തത്. ഏറെക്കാലം അവിടെ ജോലി ചെയ്ത ശേഷമാണ് തുടർന്ന് സ്വപ്ന ജീവിതത്തിലേക്കുള്ള യാത്രയെന്നോണം അശ്വതി വിദേശത്തേക്ക് ജോലി നോക്കി തുടങ്ങിയത്. ഒടുവിൽ സ്വപ്നം കണ്ടതെല്ലാം സാഫല്യമാകും പോലെ അയർലൻഡിലെ ഒരു നല്ല കമ്പനിയിൽ തന്നെ ജോലിയും ശരിയാവുകയായിരുന്നു അശ്വതിക്ക്. പതുക്കെ ഈ നാട്ടിലേക്ക് ജീവിതം പറിച്ചുനട്ട അശ്വതി ബാച്ചിലർ ലൈഫും കൈനിറയെ ശമ്പളവുമുള്ള ജോലി നന്നായി ആസ്വദിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഡബ്ലിനിലെ ചെറിയവുഡിൽ താമസിച്ച് ജോലി ചെയ്തിരുന്ന അശ്വതിക്ക് മറ്റൊരിടത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിയത്. അയർലൻഡിലെ തന്നെ ലെറ്റർകെന്നിയിലേക്ക് അടുത്ത ദിവസം തന്നെ പോകാനിരിക്കെയാണ് സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയുമെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അശ്വതിയെ കാണാനില്ല എന്ന വാർത്തയെത്തിയത്. അതാർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ തങ്ങൾക്കൊപ്പം ഒരു യാത്രയിൽ ഉണ്ടായിരുന്ന അശ്വതിക്ക് പെട്ടെന്ന് ഇതെന്ത് സംഭവിച്ചു എന്ന സംശയമായിരുന്നു എല്ലാവരും പരസ്പരം ചോദിച്ചത്. പിന്നാലെ മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയത് അവളുടെ മൃതദേഹമായിരുന്നു. അയർലൻഡിലെ ബ്രേ മേഖലയിലെ കടൽത്തീരത്ത് നിന്നാണ് അശ്വതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഡബ്ലിൻ ഗ്രാഫ്റ്റൺ സ്ട്രീറ്റിലെ ഹെയ്സ് റിക്രൂട്ട്മെന്റ് ഏജൻസിയിലായിരുന്നു IT ഉദ്യോഗസ്ഥയായി അശ്വതി ജോലി ചെയ്തിരുന്നത്. ലുവാസിലേക്ക് നടത്തിയ യാത്രയ്ക്ക് ശേഷമാണ് അശ്വതിയെ കാണാനില്ല എന്ന് കാട്ടി സുഹൃത്തുക്കൾ പരാതി നൽകിയത്. തുടർന്ന് ഡാർക്കി, കിലനിയർ തീരപ്രദേശങ്ങളിൽ കോസ്റ്റ് ഗാർഡും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയിരുന്നു. ഡാൽക്കി ബീച്ചിന് സമീപത്ത് നിന്ന് അശ്വതിയുടെ ലാപ്ടോപ്പും ബാഗും കണ്ടെത്തിയിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് ബ്രേ മേഖലയിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം പുറത്തുവന്നത്. അശ്വതിയുടെ സുഹൃത്തുക്കളാണ് ആശുപത്രിയിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞത്. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ലേക്ലിൻസ്റ്റൗൺ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾ പൂർത്തിയായാലുടൻ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.